നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS വഴി BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ജൂൺ 15-ാം തീയതിയാണ്. അപ്ലൈ ചെയ്തപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, റിസർവേഷന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സുകൾ എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കോളേജുകളുടെ ഓപ്ഷൻ നൽകുന്നത് ജൂലൈ 10-ാം തീയതി മുതൽ ജൂലൈ 15-ാം തീയതി വരെയാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. 14 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 155 കോളേജുകളാണ് 2023 LBSന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ജൂലൈ 10-ാം തീയതിയാണ് ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കോളേജ് ഓപ്ഷനുകൾ നൽകുവാനായിട്ട് സാധിക്കും. ജൂലൈ 10-ാം തീയതി മുതൽ ജൂലൈ 15-ാം തീയതി വരെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ജൂലൈ 15-ാം തീയതി തന്നെ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. 15-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു കഴിയുമ്പോൾ 16-ാം തീയതി വരെ കോളേജ് ഓപ്ഷനുകൾ അറേഞ്ച് ചെയ്യുവാനും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുവാനും സാധിക്കും. ജൂലൈ 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജുകൾ ഒന്നും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് താല്പര്യമുള്ളത്രയും കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 17-ാം തീയതിയാണ്. ജൂലൈ 17-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ എല്ലാവരും ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തേണ്ടതാണ്. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചെല്ലാൻ മുഖേനയോ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്താം. 17-ാം തീയതി മുതൽ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തുവാനുള്ള സമയം. SC, ST, OIC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവർക്ക് 1000 രൂപയും ജനറൽ EWS OBC വിഭാഗത്തിൽ ഉള്ളവർക്ക് 25,000 രൂപയുമാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. SC, ST, OIC, ഫിഷർമാൻ കാറ്റഗറിയിൽ ഉള്ളവർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചാൽ 1000 രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. ജനറൽ OBC EWS വിഭാഗത്തിൽ ഉള്ളവർ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചാൽ 25,000 രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. ജൂലൈ 17-ാം തീയതി മുതൽ ജൂലൈ 20-ാം തീയതി വരെ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്താം. ആ സമയത്ത് തന്നെ കോളേജ് ഓപ്ഷനുകൾ അറേഞ്ച് ചെയ്യുവാനും സാധിക്കും. അലോട്ട്മെന്റിൽ കോളേജ് ലഭിക്കാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ട എങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോളേജിന്റെ മുകളിലോട്ട് കോളേജുകൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷനിൽ നിന്ന് റിമൂവ് ചെയ്യണം. താല്പര്യമുള്ള കോളേജ് ലഭിക്കുമ്പോൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ലഭിച്ചിട്ടുള്ള ഓപ്ഷന്റെ മുകളിലേക്കുള്ള കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ലഭിച്ച കോളേജ് നഷ്ടപ്പെടും. രണ്ടാമത്തെ അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോളേജിന്റെ മുകളിലേക്ക് കോളേജുകൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കും. ആ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് നഷ്ടപ്പെടുകയും തുടർന്നുള്ള അലോട്ട്മെന്റിൽ ലഭിക്കുന്ന കോളേജ് നിലനിൽക്കുകയും ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല, രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കും. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ കോളേജ് ലഭിക്കാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കോളേജുകൾ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കും. 3 അലോട്ട്മെന്റുകളുടെ ഡേറ്റുകൾ ആണ് ഇപ്പോൾ LBSന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. 3 അലോട്ട്മെന്റുകൾക്ക് ശേഷമാണ് കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ എല്ലാവരും ലഭിച്ചിട്ടുള്ള കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യേണ്ടത്. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ നിന്ന് അറിയിക്കുന്ന ഫീസും നൽകണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.